നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. വാർത്താ മലയാളത്തിൻ്റെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ നല്ലൊരു പ്രഭാതത്തിനായിട്ട് പ്രകൃതി ഇവിടെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്നത്തെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ നമ്മൾ ഒന്നിച്ച് ഒരു പ്രത്യേക സ്ഥലത്തായിരിക്കും. വിശ്വാസവും ഭക്തിയും ഒരുമയും എല്ലാം ഒരേ നൂലിൽ കോർത്തിണക്കിക്കൊണ്ട് ദ ചർച്ച് ഓഫ് ലൈറ്റ് എംപറർ ഇമ്മാനുവൽ സിയോൺ നടത്തുന്ന ദ ഗ്രേറ്റ് ഫെസ്റ്റിവൽ ഓഫ് ടബർനാക്കിൾസിലാണ് ഇന്ന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹവും ദൈവത്തിൻ്റെ സംരക്ഷണവും ദൈവമക്കളിൽ കുടികൊള്ളുന്ന ചൈതന്യവും എല്ലാം അനുസ്മരിക്കുന്ന ഒരു ബിബ്ലിക്കൽ ഫീസ്റ്റാണ് ഈ ഫെസ്റ്റിവൽ ഓഫ് ടബർനാക്കിൾസ്. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂട്ടം കൂട്ടമായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് ഈ പ്രഭാതത്തിൽ തന്നെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ, പല ഭാഷകൾ സംസാരിക്കുന്നവർ, പല ദേശക്കാർ ഈ സിയോൻ കവാടത്തിനുള്ളിലേക്ക് കടന്നു വരുന്ന ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ്. ഈ അന്തരീക്ഷം മുഴുവൻ വിശ്വാസത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ലോകരാജ്യങ്ങൾ കേരളത്തിൽ ഒന്നിച്ചു കൂടി ആഘോഷിക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കൂടാര തിരുനാൾ ആഘോഷങ്ങളിലേക്ക് നമുക്ക് ഒന്നിച്ച് കടന്നു ചെല്ലാം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എംപറർ ഇമ്മാനുവൽ ചർച്ച് സിയോന്റെ ട്രസ്റ്റി ആയിട്ടുള്ള എൽദോ കെ മാത്യു സാറാണ്. അപ്പം നമുക്ക് ഈ കൂടാരത്തിരുന്നാളിൻ്റെ പ്രത്യേകതകളൊക്കെ സാറിനോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം സാർ. ഞാൻ പലതരത്തിലുള്ള പെരുന്നാളുകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ കൂടാരത്തിരുന്നാൾ എന്നുള്ള പേരിൽ ഇവിടെ മാത്രമേ നടത്തുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഈ കൂടാരത്തിരുന്നാൾ? ഇപ്പോൾ സിയോൻ വിശ്വാസികൾ മാത്രമല്ലേ ഇവിടെയുള്ളൂ. അപ്പം മറ്റു മതവിശ്വാസികൾക്ക് നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ എന്താണ് കൂടാരത്തിരുന്നാൾ എന്നൊന്ന് പറയാമോ? കൂടാരത്തിരുന്നാൾ യഥാർത്ഥത്തിൽ ദൈവജനത്തെ ദൈവം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിനിടയിൽ അവർ കൂടാരങ്ങളിൽ വസിച്ചിരുന്നുവെന്നും അവരോടൊത്ത് ജനം വസിച്ചിരുന്നു എന്നതിൻ്റെ ഒരു അടയാളമായി ഇവിടെ മാത്രമാണ് ഇത്ര വിപുലമായ സംവിധാനങ്ങളോടുകൂടി കൂടാരത്തിരുന്നാൾ ആചരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജ്യൂസ് ഇപ്പോഴും സുക്കോത്ത് പെരുന്നാൾ എന്നുള്ള പേരിൽ ഇത് ആചരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭവനത്തിനകത്തോ ഭവനത്തിൻ്റെ അങ്കണത്തിലുമൊക്കെ കൂടാരത്തിൻ്റെ ഒരു മാതൃക സൃഷ്ടിച്ചുകൊണ്ട് ഒരു അനുസ്മരണ ദിനമായിട്ടാണ് ഇത് ആചരിക്കുന്നത്. പക്ഷേ സിയോൻ ഇത് ആചരിക്കുന്നത് വേറൊരു തലത്തിലാണ്. വീണ്ടും ദൈവവും മനുഷ്യനും തമ്മിൽ ഒരു സംഗമം ഉണ്ടാകുമെന്നും ആ പുനഃസംഗമത്തിൻ്റെ ഒരു മുന്നാസ്വാദനം എന്നുള്ള നിലയിലാണ് സിയോൻ ഈ കൂടാരത്തിരുന്നാളിനെ കാണുന്നത്. അപ്പോൾ ചോദിക്കുക, എവിടെയാണ് കൂടാരം? നിങ്ങൾ ഈ സിയോൻ മുഴുവൻ ചുറ്റി കണ്ടപ്പോൾ ഇതിനകത്തുള്ളൊരു ഒരുക്കങ്ങൾ കണ്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ 2-3 മാസക്കാലമായി നടന്നിട്ടുള്ള ഭൗതികമായ ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഇവിടെ പങ്കെടുക്കുന്ന ജനം ആത്മീയമായി ഒരുങ്ങിക്കൊണ്ടാണ് ഈ തിരുനാളിന് തയ്യാറായി വരുന്നത്. അപ്പോൾ അതിനകത്ത് നോമ്പെടുക്കുന്ന ആളുകളുണ്ട്, ഉപവാസം സ്വീകരിക്കുന്ന ആളുകളുണ്ട്, പ്രാർത്ഥനയിലും ദൈവാരാധനയിലുമൊക്കെ മുഴുകിക്കൊണ്ട് അതിൻ്റെ ഒരു പരിസമാപ്തിയിലാണ് ഈ തിരുനാൾ ആഘോഷം ഇവിടെ നടക്കുന്നത്. അപ്പോൾ അവരുടെ ആഘോഷവും ഞങ്ങളുടെ ആഘോഷവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അവരവരുടെ ഭവനത്തിൽ കൂടാര മാതൃകകൾ, നമുക്ക് നമ്മുടെ ക്രിസ്മസിനൊക്കെ പുൽക്കൂടൊക്കെ ഒരുക്കുന്നത് പോലെ അല്ലെങ്കിൽ നക്ഷത്രം ഒരുക്കുന്നത് പോലെ ഒക്കെയാണ് എങ്കിൽ ഒരു പ്രതീകാത്മകമായ ആഘോഷമാണ് അവരുടേതെങ്കിൽ ഞങ്ങളുടേത് ഞങ്ങൾ വസിക്കുന്ന ഭവനത്തെ ഒരു കൂടാരമായി പുനരാവിഷ്കരിക്കുകയാണ്. ആ കൂടാരമായ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളും ദൈവവുമായി ഒരു സംഗമം ഈ കൂടാരത്തിരുന്നാളിൻ്റെ ദിവസങ്ങളിൽ നടക്കുന്നു എന്ന വിശ്വാസമാണ് ഞങ്ങളുള്ളത്. ഇപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. വിവിധ ഭാഷക്കാരും ദേശക്കാരുമായിട്ടുള്ള ആളുകളെല്ലാം തന്നെ കുടുംബസമേതമാണ് ഇവിടെ സമ്മേളിക്കുന്നത്. അത് ജനുവരി മാസം 18-ാം തീയതി മുതൽ, ഇന്ന് സമാപന ദിവസമാണ്, ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് സമാപന ദിവസമാണ്, ഇന്ന് വരെയുള്ള ദിവസങ്ങളിൽ എല്ലാവരും ഇവിടെ ഒരുമിച്ച് ഒരേ രീതിയിൽ, ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരു ഡ്രസ് കോഡിലാണ്. ഇന്നലെ ഒരു വലിയ ചടങ്ങ് ഇവിടെ നടന്നു. അത് 12 ഗോത്രങ്ങളെ പ്രതികരിച്ച്, നമുക്കറിയാം ഇസ്രായേൽ 12 ഗോത്രങ്ങളായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അങ്ങനെ 12 ഗോത്രങ്ങളെ പ്രതികരിച്ച് 12 വസ്ത്രങ്ങൾ, നിറമുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞായിരുന്നു ആളുകൾ ഇന്നലെ പങ്കെടുത്ത്. ഇന്നെല്ലാവരും ഒരു ഏക സിവിൽ കോഡിലാണ്. അത് ഏകദേശം വൈറ്റ് ഡ്രസ്സായിരിക്കും എല്ലാവർക്കും തന്നെയുള്ളത്. അപ്പോൾ ഇങ്ങനെ
വലിയ പ്രാധാന്യത്തോടു കൂടി വലിയ ആത്മീയ വിശുദ്ധിയോടുകൂടി മക്കൾ ഒരുമിച്ച് ചേർന്ന് ആചരിക്കുന്ന ഒരാഘോഷമാണ് ഞങ്ങളെ സംബന്ധിച്ച് കൂടാരത്തിരുന്നാൾ. ഇത് നിങ്ങൾക്ക് ഇന്ത്യയിൽ വേറൊരിടത്തും കാണാൻ കഴിയില്ല, ഒരു സഭകളിലും കാണാൻ കഴിയില്ല. അതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു ജനാവലി ജനുവരി ഫുള്ള് ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഇപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ മനസ്സിലായത് എല്ലാവർക്കും ഒരേപോലുള്ള പരിഗണന നൽകി കൃത്യമായ സൗകര്യങ്ങളും ഫുഡൊക്കെ ആണെങ്കിലും വളരെ മികച്ച രീതിയിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കോർഡിനേഷനൊക്കെ എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഈ കൂടാരം ഒരുക്കുക എന്ന് പറഞ്ഞാൽ സ്വന്തം ഭവനത്തെ കൂടാരമാക്കി മാറ്റുക എന്നാണ്. ദൈവവുമായി ഒരുമിച്ച് വസിച്ചിരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവവുമായി ഒരുമിച്ച് വസിക്കത്തക്ക രീതിയിൽ ഭൗതികമായും ആത്മീയമായും ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങൾ ഒരുക്കി. നമുക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ നിരവധി സിയോൻ മക്കൾ വസിക്കുന്ന കുടുംബങ്ങളുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ആരും തന്നെ ലോഡ്ജുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഹോട്ടൽ മുറികളിലോ ഒന്നുമല്ല താമസിക്കുന്നത്. അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ വിശ്വാസികളായ മക്കളുടെ ഭവനങ്ങൾ ഒരുക്കപ്പെടുകയായിരുന്നു. അങ്ങനെ വരുന്ന ആളുകളെല്ലാം തന്നെ ഈ ഭവനങ്ങളിൽ സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഒന്നുമുള്ള നിങ്ങൾ ഈ പരിസരത്തെല്ലാം നടന്നപ്പോൾ കണ്ടിട്ടുണ്ടാകും, വലിയ മണിമാളികളൊന്നുമല്ല. ഓരോരുത്തരെയും കൈവശമുള്ള ഭവനം എന്ന് പറയുന്നത് കൂടി വന്നാൽ 2 മുറി, ഒരു ഹാള്, ഒരു അടുക്കളയൊക്കെയാണ്. അപ്പോൾ 2 മുറി ഉള്ളവൻ എന്ത് ചെയ്യും? ഈ 2 മുറികളിലേക്കും 2 സിയോൻ കുടുംബങ്ങളെ സ്വീകരിക്കുകയാണ്. അവർ ചിലപ്പോൾ ഹിന്ദി സംസാരിക്കുന്നവരാകാം, ഗുജറാത്തി സംസാരിക്കുന്നവരാകാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാകാം. അങ്ങനെയുള്ള 2 കുടുംബങ്ങളെ ഈ 2 മുറികളിലേക്ക് സ്വീകരിച്ചിട്ട് ഈ കുടുംബാംഗങ്ങൾ എന്ത് ചെയ്യും? പരിമിതമായ മറ്റു സൗകര്യങ്ങളിലേക്ക് അങ്ങ് അഡ്ജസ്റ്റഡ് ആവും, ഹാളിലോ അല്ലെങ്കിൽ അടുക്കളയിലോ ഒക്കെ. എന്നിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ഒരുമിച്ച് ഭക്ഷണം പാചകം ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു സൗഹൃദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു വലിയ അനുഭൂതി കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ച് കൂടാരത്തിരുന്നാൾ. എന്തെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സ്പെഷ്യലായിട്ട് പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടോ ഈ വർഷത്തെ കൂടാരത്തിരുന്നാളിന്? ഈ വർഷത്തെ കൂടാരത്തിരുന്നാളിന് നമുക്കറിയാം, പല പ്രദേശങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ജനാവലി ഈ കൂടാരത്തിരുന്നാളിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് നമുക്കറിയാം, നമുക്ക് ഒരു സന്തോഷം നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നിറയുമ്പോൾ അത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കൂടി പകർന്ന് കൊടുക്കണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് അത് ഞങ്ങളുടെ ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങളിലൊരു മുന്നുപാധിയാണ്. നമ്മൾ ആചരിക്കുന്നതും നമ്മൾ ആഘോഷിക്കുന്നതും നമ്മൾ ആസ്വദിക്കുന്നതുമായത് നമ്മുടെ സമീപ പ്രദേശത്തിലുള്ള ആളുകൾക്ക് കൂടി പകർന്നു കൊടുക്കണം എന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പ്രാവശ്യത്തെ കൂടാരത്തിരുന്നാളിൻ്റെ ഭാഗമായി ഈ മുരിയാട് പ്രദേശത്ത് ചില ചാരിറ്റി വർക്ക്സ് ഈ തിരുനാളിൻ്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്ത് ഒരു ചെറിയ സ്കൂളുണ്ടായിരുന്നു, മുരിയാട് സ്കൂള്. അവിടെ കുട്ടികൾക്ക് പഠിക്കുമ്പോൾ കളിക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കൂടാരത്തിരുന്നാളിൻ്റെ ഭാഗമായി ഈ സിയോൻ നിവാസികളുടെ എല്ലാവരുടെയും തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കിഡ്സ് പാർക്ക് ഈ പ്രാവശ്യം തിരുനാളിൻ്റെ ഭാഗമായി ഞങ്ങൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കറിയാം, ഇങ്ങോട്ട് കടന്നു പോരുമ്പോൾ വളരെ കൺജസ്റ്റഡാണ് റോഡുകളെല്ലാം തന്നെ. അപ്പോൾ ചില ഭാഗത്തൊക്കെ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളുണ്ട്. ഒരു 10-25ഓളം വരുന്ന കുടുംബങ്ങൾക്ക് സഞ്ചാരയോഗ്യമായ ഒരു പാതയില്ലാത്ത ഒരവസ്ഥ ഞങ്ങൾക്ക് നേരിട്ടറിയാം. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ പ്രാവശ്യം കൂടാരത്തിരുന്നാളിൻ്റെ ഭാഗമായി ഞങ്ങളുടെ വിശ്വാസികൾ പിരിവിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള പൈസയ്ക്ക് എടുത്തിട്ട് തിരുനാളിൻ്റെ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ ആ നാട്ടുകാർക്ക് വേണ്ടി റോഡ് ടൈൽ വിരിച്ച് വളരെ മനോഹരമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെയായിരുന്നു ഈ തിരുനാൾ ദിവസങ്ങളിൽ അത് ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല, ഈ പ്രദേശത്തെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ഹെൽത്ത് സെൻ്റർ ഉണ്ട്. അവിടെ കുറച്ച് നമ്മുടെ ഫർണിച്ചറുകൾ അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതും കൂടാരത്തിരുന്നാൾ സമ്മാനമായി നമ്മൾ അവർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കൊപ്പം ഇത് ആഘോഷിക്കപ്പെടണം, അവർക്ക് കൂടി ഇതിൻ്റെ സന്തോഷം പകരണം എന്നൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഈ പ്രാവശ്യത്തെ കൂടാരത്തിരുന്നാൾ. ഓക്കെ, വളരെ നന്ദിയുണ്ട് സാർ പ്രതികരിച്ചതിന്. ഹാപ്പി കൂടാരത്തിരുന്നാൾ. വിശ്വാസങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊപ്പം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സ്നേഹവിരുന്ന്. ദേശങ്ങളും ഭാഷകളും ഒക്കെ മറന്ന് ആളുകൾ ഒരുമിച്ചിരുന്ന് ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണാൻ തന്നെ, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവരുടെ ഒരു സാഹോദര്യത്തിന് ഈ ഒരു സമൂഹം എത്രമാത്രം വില കൊടുക്കുന്നു എന്നുള്ളത്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ.
ആഘോഷിക്കാനായി നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്ന ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, അതുപോലെ ഇന്ത്യക്ക് വെളിയിൽ നിന്നുമുള്ള കുറച്ച് കുട്ടിപ്പട്ടാളം എൻ്റെ കൂട്ടത്തിലുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിക്കാട്ടോ. ഹലോ, കൂടാരത്തിരുന്നാൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പേരെന്താ? എലിസബത്ത്. ആ, കൂടാരത്തിരുന്നാൾ ഇഷ്ടായോ? മോൾ എവിടുന്നാ വരുന്നേ? ഹന്ന. എവിടുന്നാ വരാ? കോയമ്പത്തൂര്. മലയാളം അറിയോ? ആ, കൂടാരത്തിരുന്നാളിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്താ? ഡെക്കറേഷൻ, ഡാൻസ് ഇഷ്ടപ്പെട്ടു. ഓ, വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ, അമ്മമ്മ, വാവ. തമിഴ് സംസാരിക്കുന്ന ആരൊക്കെയുണ്ട്? ആ, എല്ലാരും എപ്പടി ഇരിക്കീங்க? ആ, കൂടാരത്തിരുന്നാളുകൾക്ക് പിടിച്ചിരിക്കാ? ഓക്കെ. അപ്പോൾ നമ്മുടെ പിള്ളേർ പറയുന്നത് ഇവർ കൂടാരത്തിരുന്നാളിൻ്റെ ഒരു വൈബിലാണ്, എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് കേട്ടോ. അതെ, ഇവിടുത്തെ പാട്ടൊക്കെ ഭയങ്കര സ്പെഷ്യൽ വൈബാണെന്ന് കേട്ടിട്ടുണ്ട്. ആണോ? ഒരു പാട്ട് പാടിത്തരുമോ? അന്നൊരു പാടിക്കേ. Oh, super! Love you. കൂടാരത്തിരുന്നാളിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുട്ടികളുടെ നിരവധി കലാപരിപാടികളും കരിമരുന്ന് കലാപ്രകടനങ്ങളും ഒക്കെ ഇവിടെ നടക്കാനുണ്ട്. പ്രൈസ് ആൻഡ് വർഷിപ്പ് നടക്കാനുണ്ട്. അപ്പോൾ ആഘോഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇവിടെ ഞങ്ങൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാ സംസ്കാരങ്ങളിലും ഭാഷകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവർ ഇവിടെ ഒത്തുചേർന്നിട്ടും എല്ലാവർക്കും തുല്യമായ ഒരു പരിഗണന നൽകുന്നതിൽ ഈ എംപറർ ഇമ്മാനുവൽ ടീമിൻ്റെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് വളരെ മികച്ചത് തന്നെയാണ്. അപ്പോൾ ഈ കൂടാരത്തിരുന്നാൾ ആഘോഷങ്ങളിൽ നിന്നും വാർത്താ മലയാളം ടീം ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട വാർത്താ മലയാളം പ്രേക്ഷകർക്കും വളരെയധികം നന്ദി.